ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പം നമ്മൾ ഇന്നൊരു നൈറ്റ് റൊട്ടീൻ ഡ്യൂറിങ് സ്കൂൾ ടൈം, അതായത് സ്കൂൾ ടൈമിലുള്ള ഒരു നൈറ്റ് റൊട്ടീൻ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സമയം ഇപ്പം ഏകദേശം 5:50 കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു സമയത്താണ് ഇപ്പോൾ വീട്ടിലെത്തി. രാവിലെ 7:30 ഇവിടുന്ന് പോകും ഗൈസ്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ 6 മണി 5:45 ആ ഒരു ടൈം ആകും. സോ അത്യാവശ്യം നല്ലൊരു ടൈറ്റ് ഷെഡ്യൂളാണ്. സോ നമുക്ക് എന്തായാലും നൈറ്റ് റൊട്ടീൻ വ്ളോഗാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മുടിയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കാണ്. ഡോണ്ട് മൈൻഡ്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഗൈസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് എന്തായാലും നൈറ്റ് റൊട്ടീനിലേക്ക് പോകാം. ഇപ്പോൾ ആദ്യം തന്നെ ഈ ബാഗൊക്കെ ഒന്ന് ഊരി വെക്കണം. അതിനുശേഷം പോയി ഫുഡ് കഴിക്കണം, കുറച്ച് സമയം ഫോൺ നോക്കണം. അതിനുശേഷം കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും കാണാം. അതിനേക്കാളും പിന്നെ ഷോർട്ട് ഉണ്ടെങ്കിൽ അതും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ എൻ്റെ പൊന്ന് ഗൈസ്, നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ നമുക്ക് ബാഗ് വെക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഒരു അവസ്ഥ. നമുക്ക് എന്തായാലും ഈ ഷർട്ടൊക്കെ മാറിയിട്ട് വരണം. അതിനേക്കാളും മുന്നേ ഇത് എത്രയാ ചാർജ് എന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. സോ ഇത് ഓൺ ചെയ്തിട്ട് ചാർജിന് വെച്ചിട്ട് തന്നെ പോകും ഗൈസ്. എന്തായാലും ചാർജ് ഉണ്ടായില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോഴാണ് ഇതിൽ മിക്കവാറും 20%, 10% ഉണ്ടാവുക. സോ എന്തായാലും ഞാൻ ചാർജിനൊക്കെയാണ് 45% ഉണ്ട്. അപ്പോൾ അത് ചാർജ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, നമ്മളിപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഐപാഡിലാണെങ്കിൽ 80% ചാർജ് ചെയ്ത് 80% ലിമിറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം 7:30 ആണ് ടൈമും. സോ നമുക്ക് എന്തായാലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കാൻ തുടങ്ങാം ഗൈസ്. പഠിക്കാൻ ഓക്കെ. അപ്പോൾ ഇനി ടേബിൾ ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഈ ബാഗ് ഞാൻ നിങ്ങൾക്ക് ബാഗ് കാണിച്ചു തരാം എന്നിട്ട്. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് തരാം. സോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ റൂമിൻ്റെ ടേബിളൊക്കെ ഏകദേശം സെറ്റ് ചെയ്തു. അപ്പോഴേക്കും സമയം ഏകദേശം 5 മിനിറ്റിൽ. ഓക്കെ, 5 മിനിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഗാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഇതെടുക്കാം ഗൈസ്. ഇതിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം. ഞാൻ കൊണ്ടുപോകുന്ന സാധനം കാണിച്ചു തരാം. ഇത് ഇത്രയും നോട്ട്സ് മാത്രം, ഇത്രയും സാധനം മാത്രം. ഇപ്പം അത്രേ ആവശ്യമുള്ളൂ ഗൈസ്. പിന്നെ നോട്ടും ഉണ്ട് കേട്ടോ. വേറെ നോട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എഴുതാത്ത നോട്ടാണ്. ഇതാണെങ്കിൽ ഹിന്ദിയുടെ ടെക്സ്റ്റ്. ഇത് ഇന്ന് ആവശ്യമില്ല. അപ്പോൾ ഇതും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആവശ്യമില്ലാത്ത ഈ ടെക്സ്റ്റ് എന്താ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇന്നലെ ഒരുത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വേറെ എഡീഷനിലെ ചെക്കന് ഞാൻ ഹിന്ദി ടെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ, ഇത് ഫിസിക്സാണ്. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ് നമുക്കിപ്പോൾ എടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഹോംവർക്ക് എന്നതാണിത്. അപ്പോൾ ഇത് ഞാൻ ക്ലാസ് തന്നെ എഴുതി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വീട്ടിലേക്ക് വന്നിട്ട് വെച്ചാൽ മിക്കവാറും എനിക്ക് മറന്നിട്ട് പോകും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഈ സൈലത്തിൻ്റെ ക്ലാസ്സും കാണാനുള്ളതുകൊണ്ട് മിക്കവാറും എനിക്ക് മടിയാവും, അല്ലെങ്കിൽ എനിക്ക് മറന്നിട്ട് പോകും. സോ നമ്മൾ ക്ലാസ് തന്നെ എല്ലാം അപ്പം സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഈ ക്ലാസ് നമുക്ക് പിന്നീട് കാണാം. അതിനേക്കാളും മുന്നേ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം ഇപ്പോൾ എവിടെയൊക്കെ എത്തിയെന്ന്. ഫിസിക്സിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നത്. പിന്നെ ഇതെന്താ, ഇത് എഴുതാത്ത നോട്ടാണല്ലേ. ഹിന്ദിയിലാണെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റത്തെ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഠത്തിൻ്റെ ആശയങ്ങളൊക്കെ പറഞ്ഞു തന്നു, ബാക്കിയൊന്നും ആയിട്ടില്ല. പിന്നെ ഇതാണെങ്കിൽ റഫ് വൈസ്. പിന്നെ എന്താ, കമ്പ്യൂട്ടർ സയൻസിൽ ബൂലിയൻ ആൾജിബ്ര ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നുള്ളത്. പിന്നീട് മാത്സിലാണെങ്കിൽ ഇപ്പോൾ സെറ്റ്സ് എന്ന ചാപ്റ്ററും പിന്നെ ചാപ്റ്റർ 4 ആണ് നമുക്കിപ്പോൾ എടുക്കുന്നുള്ളത്. ആ നോട്ട്സൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് എടുത്തിട്ടുണ്ട് കേട്ടോ. സരുണും അർജുനും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല, എൻ്റെ ഫ്രണ്ടാണ് സരുൺ അർജുൻ. അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. എൻ്റെ ബാച്ചിലും എൻ്റെ ക്ലാസ്സിലും എൻ്റെ ഡിവിഷനിലും അങ്ങനെ മൊത്തത്തിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ് നമുക്ക് അവിടെ. ആൻഡ് നമ്മുടെ കുറേ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും എനിക്ക് ആ സ്കൂളിലുണ്ട് ഗൈസ്. സോ ഐ ആം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, കുറേ ആൾക്കാരല്ല, ഞാൻ എന്നെ തന്നെ നോക്കി പറയല്ല, കുറച്ച് ആൾക്കാരങ്ങ് വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ എന്നെ ഇവിടെ അറിയാം. സോ ഐ ആം വെരി ഹാപ്പി. സോ എനിവേസ്, ഞാനിപ്പോൾ അങ്ങനെ കുറേ നോട്ട്സൊക്കെ അവനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്ര നോട്ട്സ് മാത്രമേ ഉള്ളൂ. നാളെയും കുറച്ച് നോട്ട്സ് ഉണ്ട്. സോ ഗൈസ്, ഇത്ര തന്നെയാണ് ഗൈസ്. നമുക്കിപ്പം സൈലത്തിൻ്റെ സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കാണാം. സൈലത്തിൻ്റെ കിങ്സ് 11 ബാച്ചിലെ സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുള്ളത്. ഇനി നമുക്ക് സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ 4 ക്ലാസ് കാണാൻ ബാക്കിയുണ്ട് കിങ്സ് 11. സോ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ദ ടൈം ഈസ് അബൌട്ട് 7:38. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.
സോ ഗൈസ് നമുക്കിപ്പം ഈ ഒരു ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആയി. സമയം ഇപ്പോൾ ഏകദേശം 8:34 അപ്പോൾ ഞാനിപ്പോൾ ഇത് ബാക്ക് അടിക്കുകയാണ്. സോ നമുക്കിപ്പം അത് മാർക്ക് ആസ് കംപ്ലീറ്റഡ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് നമുക്കിനി 3 ക്ലാസ് സെറ്റ്സിൽ ബാക്കിയുണ്ട്. സോ നമുക്ക് ടോട്ടൽ എത്ര ക്ലാസ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണിയിട്ട് വരാം കേട്ടോ. സോ ഗൈസ് മൊത്തത്തിൽ നമ്മൾ എണ്ണിയപ്പം 13 ക്ലാസ്സസാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. സോ ഒരു ദിവസം 2 ലൈവ് നടക്കുന്നുണ്ട്. സോ നമ്മൾ ഒരു വീഡിയോ വെച്ച് അധികം വെച്ച് കണ്ടാൽ 13 ദിവസം കൊണ്ട് തീരത്തില്ലേ? എൻ്റെ പ്ലാനിങ് ഇപ്പം അങ്ങനെയാണ്. ഒരു ദിവസം 3 ക്ലാസ് കണ്ടാൽ 13 ദിവസം കഴിയുമ്പം നമുക്ക് എല്ലാ ബാക്ക്ലോഗ്സും തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേസ് തീരത്തില്ലേ ഗൈസ്? 13 ദിവസം കഴിയുമ്പം തീരും. ഓക്കെ, അങ്ങനെ തന്നെയാണ് പ്ലാൻ. ഇനി നമുക്ക് സെറ്റിൻ്റെ അടുത്ത പാർട്ട് കാണാം. സമയം ഏകദേശം 8:35 ആൻഡ് വേറൊരു റിമെമ്പർ ഗൈസ്, നമ്മുടെ സുധി അണ്ണൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതെന്തായാലും കാണണം. എനിവേസ് ഗൈസ്, സോ നമുക്ക് ഈ ഒരു ക്ലാസ് തന്നെ കാണാം, കണ്ടിട്ട് വരാം കേട്ടോ. സോ ഗൈസ് ക്ലാസ് ഇപ്പോൾ നമ്മൾ പോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സമയം ഇപ്പോൾ ഏകദേശം 8:54 പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഗൈസ്. സോ ഗുയിസ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദ ടൈം ഈസ് അബൌട്ട് 9:24 ആൻഡ് നമുക്ക് ക്ലാസ് കാണാം ഗൈസ്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫ്രണ്ട് ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചു, നമുക്ക് ഹിന്ദിയിൽ അക്ഷരമാല എഴുതാൻ തന്നിട്ടുണ്ട്. അക്ഷരമാലയും 1 2 3 4 അത് 100 വരെ എഴുതാൻ തന്നിട്ടുണ്ട് ഗൈസ്. സോ നമ്മളെ ക്ലാസ്സിൽ ആർക്കും അതറിയില്ല ഗൈസ്, എനിക്കും അറിയില്ല. എന്താ ചെയ്യുക, കാക്കങ്ങ അറിയില്ല. അത് അറിയാം, ബട്ട് അങ്ങനെ ഓർഡറിൽ എഴുതാൻ അറിയില്ല ഗൈസ്. നമ്മളവസ്ഥ അങ്ങനെ ഇപ്പോൾ എന്താ ചെയ്യുക. 10ാം ക്ലാസ് പാസ്സാണ്, പക്ഷേ കാക്കങ്ങ എഴുതാൻ അറിയില്ല. എൻ്റെ എഴുതാൻ അറിയും ഗൈസ്, ബട്ട് ഓർഡറിൽ എഴുതാൻ അറിയില്ല. സോ അതിന് ഹിന്ദി നോട്ടിൽ ബാക്കിൽ എഴുതണം. സോ അതൊരു പണി. ആർക്കെങ്കിലും ഇങ്ങനത്തെ പണി കിട്ടിയിട്ടുണ്ടോയെന്ന് പറയാം. ആൻഡ് നമുക്കിപ്പം 3 ക്ലാസ് തീർക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇതിപ്പോൾ 2ാമത്തെ ക്ലാസ്സാണ്. തീരുമെന്ന് നല്ല പേടിയുണ്ട്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ ഗൈസ് അങ്ങനെ ഏകദേശം സമയം 56 ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലാസ്സും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാത്സിൽ 2 ക്ലാസ് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ. സോ നമുക്ക് അത് കാണാം. ഇനി നമ്മുടെ ടാർഗറ്റ് 3 ആണ്. അതായത് ഇനി ഒരു 13 ദിവസത്തേക്ക് നമ്മുടെ ടാർഗറ്റ് 3 ക്ലാസ് ദിവസവും കാണുക എന്നുള്ളതാണ്. അതാകുമ്പോൾ വലിയ അനോയിങ് ആയിട്ട് തോന്നത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ എനിവേസ് ഗൈസ് ഇപ്പോൾ തന്നെ സമയം ഏകദേശം 10 മണി ആറായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour and 40 minutes ആണ്. സോ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ അത് പ്ലേ ചെയ്യാണ്, വേറെ വഴിയില്ല. കാരണം നമുക്ക് അത്രയും ബാക്ക്ലോഗ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതും ഫിനിഷ് ചെയ്തിട്ട് ഹിന്ദിയും എഴുതിയിട്ട് മാത്രമേ ഇന്ന് കിടക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ ഒരു വ്ളോഗിലുണ്ടാവും. പിന്നെ എനിക്കധികം നിൽക്കാൻ ഗൈസ്, രാത്രി എത്ര മണി വരെ വേണമെങ്കിൽ നിൽക്കാം. രാത്രി 1 മണി വരെ 2 മണി വരെ വേണമെങ്കിലും നിൽക്കാം. ബട്ട് നാളെ എഴുന്നേൽക്കുന്നത് ഒരു മാറ്ററാണ്. സോ നാളെ എഴുന്നേൽക്കണം. നാളെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ പ്രിപ്പയർ ആണ്. സോ ഗൈസ് നമുക്ക് 11 ആകുമ്പോഴുള്ളിൽ ഉറങ്ങണം. സോ നമുക്ക് ഈ ഒരു ക്ലാസ് കാണാം. ഈ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ലോഗ്സിൻ്റെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആവും. ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ആയെന്നല്ല, ഇന്നത്തെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യേണ്ട ടാസ്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, എനിവേസ് ഗൈസ് നമുക്ക് ഈ ക്ലാസ്സും കൂടി കണ്ടിട്ട് വരാം. സോ ഗൈസ് അതിനിടയിൽ ഞാൻ സൈലം കിങ്സ് 11 ബാച്ചിൻ്റെ ഫാറ്റ് എക്സാമിനെ കുറിച്ചിട്ട് പറയാം. ഞാൻ ഇപ്രാവശ്യം ഫാറ്റ് എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല. ഞാൻ എഴുതാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൺഡേ നമുക്ക് ഫാറ്റ് എക്സാം എഴുതണം. അതിൻ്റെ ഒരു വ്ളോഗായിട്ട് വരാൻ ശ്രമിക്കാം ഗൈസ്. ഇതുവരെ ടൈമില്ലാത്തതുകൊണ്ടാണ് ഫാറ്റ് എക്സാം എഴുതാത്തത്, പിന്നെ കംപ്ലീറ്റും ആയിട്ടില്ല. സോ ഗൈസ് നമ്മളിപ്പം മാത്സിൻ്റെ ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തു. സമയം ഇപ്പോൾ ഏകദേശം 10:35 ആയിട്ടോ. അപ്പോൾ വാൾപേപ്പർ ചെറുതായി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു സമയം കിട്ടുമ്പോൾ. സോ ഈ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് മാത്സിൽ ഒറ്റ ക്ലാസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് 3 ക്ലാസ് കണ്ടു കഴിഞ്ഞു ഗൈസ്. ഇനി വേണമെങ്കിൽ ക്ലാസ് കാണാമായിരുന്നു, പക്ഷേ ഇനിയും കൂടെ ക്ലാസ് കണ്ടാൽ നാളെ രാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിരിക്കും. സോ ഞാൻ എന്തായാലും ഇനി ക്ലാസ് കാണാൻ തീരുമാനിക്കുന്നില്ല. ഇന്നത്തെ 3 ക്ലാസ് കണ്ടു. സോ എല്ലാ ദിവസവും 3 ക്ലാസ് വെച്ച് കണ്ടാൽ നമുക്ക് 13 ദിവസത്തിൽ എല്ലാ ബാക്ക്ലോഗ്സും ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കണക്ക് തെറ്റാതെ ആവട്ടെ. ആൻഡ് പിന്നെന്താ, ശനി ഞായറൊക്കെ അധികം ക്ലാസ് കാണാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നമ്മുടെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ലോഗ്സൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്കിപ്പം ഇതെഴുതാം ഗൈസ്, നമ്മുടെ ഹിന്ദി എഴുതാം. കാക്കങ്ങയും മേഘ്തോത്തിന്നല്ലേ എഴുതാം. സോ ഈ കളറൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പച്ച കെമിസ്ട്രിക്ക് എടുത്തു, ഒരു ഓറഞ്ച് പോലത്തെ മാത്സിന് എടുത്തു,
പിന്നെ യെല്ലോ ഫിസിക്സ്, അങ്ങനെ പല കളറാണ്. അങ്ങനെ കളറൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ സെറ്റാക്കുന്നുള്ളത്. ബാൻഡൊന്നും ഇടുന്നില്ല, പേരൊന്നും എഴുതുന്നില്ല. ആൻഡ് നമുക്കിപ്പം ഗൂഗിളിൽ പോയിട്ട് അപ്പോൾ ഈ സെറ്റ്സിൻ്റെ PDF എടുത്താണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല, അതുകൊണ്ട് PDF സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഹിന്ദി അക്ഷരമാല. സോ ഗൈസ്, അത്രക്കും ഒരു അവസ്ഥയിലാണല്ലോ. സോ ഇത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ കിട്ടി ഗൈസ്, കിട്ടി. അപ്പോൾ എന്തായാലും എവിടെ പോയി, ഇത് നോക്കിയിട്ട് ഈ നോട്ടിലേക്ക് എഴുതിയിട്ട് ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ എഴുതാൻ പറഞ്ഞ് നമ്മളോട്. അപ്പോൾ അത് എഴുതിയിട്ട് തന്നെ വരാം കേട്ടോ, സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. നമ്മളിപ്പോൾ അക്ഷരമാല, ഇത് സ്പെല്ലിംഗ് തെറ്റാന്ന് കേട്ടോ, അക്ഷരമാല എഴുതാണ്. അപ്പോൾ അതിലിത് ഇവിട്ടത് ഇതൊക്കെ എന്താ അക്ഷര, ഇതൊക്കെ ഇതിൽ കണ്ടിട്ട് എഴുതിയാണ് കേട്ടോ. ഇതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ എഴുതിയത് തന്നെ എന്തെങ്കിലും വ്യത്യാസമുള്ള അക്ഷരമാണെന്ന് അറിയില്ല. സോ ഇത് എഴുതിയിട്ടായി. അപ്പോൾ ഇതെന്ത് അക്ഷരമാണെന്ന് എനിക്കറിയില്ല. അതിൽ കണ്ടു, അതുപോലെ എഴുതി. ഇനി ടീച്ചർ എന്ന് പറയുന്നത് ഒരു വീഡിയോയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്പർ എഴുതണം. ഇത് 100 വരെയൊക്കെ ഇന്ന് എഴുതിയിട്ടാകുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നാളെ കൊണ്ടുപോകാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും പറഞ്ഞ വർക്ക് അപ്പോൾ തന്നെ അപ് ടു ഡേറ്റ് ആക്കിയില്ലെങ്കിൽ എന്തായാലും മറക്കും. നോട്ട് കറക്ഷൻ ആക്കുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മറക്കുന്ന എനിക്ക് ഷുവറാണ്. സോ ഇപ്പോൾ തന്നെ എഴുതി വെക്കുന്നതാണ് ബെറ്റർ. ആൻഡ് ഇങ്ങനെ വോയിസ്, അതായത് ലൈവായിട്ട് വോയിസ് പറയുന്നതാണ് ബെറ്റർ എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ ബോത്തും നല്ലതാണ്, അതായത് വോയിസ് ഓവറും ലൈവായിട്ടുള്ള വീഡിയോസ് വേണമെന്ന് പറയുന്നുണ്ട്. സോ ഞാൻ നല്ലൊരു നിങ്ങളുടെ അഭിപ്രായ പ്രകാരം തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി ഒരു നമ്പർ പോയിട്ട് എഴുതിയിട്ട് വരാം. കറക്റ്റ് സമയത്ത് തന്നെ പെന്നും പണിയായിരുന്നു ഗൈസ്. പെന്നും തീർന്ന് ഇവിടെ എത്തിയത് 97 വരെ എത്തി. നമുക്ക് 100 വരെ എഴുതാൻ മതിയായിരുന്നു. സോ നാളെ രാവിലെ വേറൊരു ടാസ്കും കൂടിയാണ്. നാളെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ പെന്നും കൂടെ വാങ്ങിക്കണം ഗൈസ്. ആൻഡ് ഇവിടെ ഇതെടുക്കാം. ഇവിടെ ഒരു പെന്നുണ്ട്. സോ ബാക്കി ഇത് വെച്ചിട്ട് എഴുതാം. സോ ഗൈസ്, നമുക്കങ്ങനെ ഇതും 100 വരെ എഴുതിയിട്ട് തീർന്നു. സോ അങ്ങനെ ഹിന്ദിയിലത്തെ സംഭവം സെറ്റായി. അക്ഷരമാല എഴുതി, നമ്പർ 1 2 3 4 5 അങ്ങനെ 100 വരെ എഴുതി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാട്ടോ, ഹിന്ദീൻ്റെ ഭയങ്കര മോശം. ഓക്കെ, എനിവേസ് കേസ് നമ്മളിപ്പം ഇതും കൂടെ അടച്ചു വെച്ചു, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വെച്ചു. സോ നാളത്തേക്ക് ഇത്രയും നോട്ട് മതി. ഇതാണ് നാളത്തേക്കുള്ള നമ്മുടെ സ്കൂളിൻ്റെ ടൈം ടേബിൾ. നമ്മളെ നാളത്തെ ടൈം ടേബിൾ ഇതാണ്. സോ ഇതിൽ ഇപ്പോൾ നാളെ ഇത്രയും നോട്ട്സ് ബുക്ക് മതി. ആൻഡ് ബാക്കിയുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗെയിമുണ്ട്. സോ നോ പ്രോബ്ലം ഗൈസ്. അപ്പോൾ ഇത്രയും ഈ റഫും വെക്കണം. പിന്നെ ഇതും ഈ പെന്നൊന്നും വെക്കാൻ മറക്കരുത് ഗൈസ്. ഒരു ദിവസം മിനിയാതെ പെന്ന് ബോക്സ് ഒന്നും കൊണ്ടുപോയില്ല. ഇത് നമ്മുടെ ക്ലാസ് കേൾക്കുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചതാണ്, പിന്നെ എടുത്തേക്കാൻ മറന്നുപോയി. സോ എനിവേസ് ഇതൊക്കെ വെച്ച് ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ട് കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ബുക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. ആൻഡ് നമ്മളിപ്പം ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. സമയം ഇപ്പോൾ ഏകദേശം 11:15 അപ്പോൾ ഇനിയും വൈകിയാൽ നാളെ എഴുന്നേക്കാം. മിക്കവാറും നല്ല ലേറ്റാവും. ലേറ്റായാൽ ബസ് മിസ്സാവും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗ് എന്ന് പറയാം. ആഫ്റ്റർ സ്കൂൾ നൈറ്റ് സ്റ്റഡി വ്ളോഗ് എന്ന് പറയാം. അപ്പോൾ നൈറ്റ് സ്റ്റഡി റൊട്ടീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. 11:15 ഇപ്പോൾ സമയം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗ് മിക്കവാറും ചാലഞ്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗ് ആയിട്ടായിരിക്കും നമ്മൾ വരിക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അഭിനവ്. ഡു സബ്സ്ക്രൈബ്.